നാത്തൂന്റെ അവസ്ഥ കാണണായിരുന്നു. പാവം, ഇത്രയും സമയം കൊണ്ടൊരു കോലായി. നിങ്ങൾ എത്തിയോ? നീ ഓക്കെ അല്ലേ രാഹുൽ? അതെ മതിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ആപത്ത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് കണ്ടാൽ മതി. ഇനി ഇങ്ങനെ ഉഴപ്പി നടക്കാതെ ജീവിതത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം. മനസ്സിലായി. ഇങ്ങനൊരവസ്ഥ വന്ന മരണത്തെ കൺമുന്നിൽ കണ്ടപ്പോഴാണ് എനിക്കും ഞാൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയാൻ പറ്റിയത്. തെറ്റുകൾ എല്ലാവർക്കും പറ്റും, അത് മനസ്സിലാക്കി തിരുത്തുന്നതല്ല കാര്യം. രാഹുലിന് ഇങ്ങനൊരു ചിന്ത വന്നത് തന്നെ വലിയ കാര്യം. നീ വേണം മഹി ഇവനെ കൂടെ നിർത്തി മാറ്റിയെടുക്കാൻ. അതെ, മഹേട്ടൻ വിചാരിച്ച മാറ്റിയെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഉഴപ്പുകളെ രാഹുലിനുള്ളൂ. ഇനി രാഹുലിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ട. അവൻ എനിക്കൊപ്പം കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാക്കിയെടുക്കും. അല്ലേ രാഹുൽ? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഏട്ടൻ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തോളാം. അതുമാത്രമല്ല മഹി, ഇവനും വിവാഹപ്രായമൊക്കെ ആയി. ഇനി നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തണം. അമ്മ പറഞ്ഞതാ ശരി. ഒരു വിവാഹം കഴിച്ചാലേ ജീവിതത്തോട് കുറച്ചും കൂടി ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവും. ഞങ്ങൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്കായി കണ്ടെത്തി തരും. നീ വിവാഹത്തിന് തയ്യാറാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇനി എല്ലാ കാര്യങ്ങളും നിങ്ങളെയൊക്കെ ഇഷ്ടത്തിന് ചെയ്യാനാണ് എനിക്കും താല്പര്യം. ഏതായാലും കുറച്ച് വിഷമിച്ചെങ്കിലും എല്ലാം നല്ലതിനാണെന്ന് തോന്നുന്നു. ഇനി അഥവാ നിന്റെ മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അതും തുറന്നു പറയാം. ഏയ്, അവനങ്ങനൊന്നുമില്ല അല്ലേ മോനെ? അതെ, എൻ്റെ ലൈഫിൽ നിങ്ങളൊന്നും അറിയാത്തതായിട്ടൊന്നുമില്ല. അത് മതി. ഏതായാലും വന്ന വഴി അധികം നിൽക്കണ്ട, പോയി കിടക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നെങ്കിലും നല്ല റെസ്റ്റ് വേണം. ആ, അത് ഡോക്ടറും പ്രത്യേകം പറഞ്ഞിരുന്നു. ഇങ്ങനെ നീ പോയി റെസ്റ്റ് എടുക്ക്, ബാക്കി പിന്നീട് സംസാരിക്കാം. വാ. മഹിയേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ രാഹുലിന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഭാഗ്യപരീക്ഷണം നടത്തണോ? ഏയ്, രാഹുൽ അത്ര കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ ഗംഗി. പിന്നെ അവൻ്റെ ഈ സ്വഭാവം അത് ഈ പ്രായത്തിൻ്റെതാ. ഒരു വിവാഹമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ എങ്ങ് മാറും. എന്നാലും മഹിയേട്ട, എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനം വേണ്ടെന്നാ എന്റെ അഭിപ്രായം. രാഹുലിന് ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ട്. അതെ, അതൊക്കെ ശരിയാ. എന്ന് കരുതി എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഗംഗേ? അവനെന്റെ അനിയനല്ലേ. അവന്റെ കാര്യങ്ങളിൽ ഒരേട്ടനായി എനിക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ? മഹേട്ടന് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഒരു പുരുഷന്റെ സ്വഭാവം മാറ്റാനുള്ള ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഒരു പെണ്ണിനെ കാണാൻ പാടില്ല. ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ആവില്ലേ ഒരു പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അത് ശരിയായ തീരുമാനം ആയില്ലെങ്കിൽ നഷ്ടമാവുന്നത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സമാധാനം ആവില്ലേ മഹിയേട്ട? നീ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്ത് കുഴപ്പം രാഹുലിനുള്ളത്? അങ്ങനെയല്ല, എനിക്ക് എന്തോ ആ ഒരു പക്വത രാഹുലിന് വന്നിട്ടില്ല എന്നൊരു തോന്നല്. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. പിന്നെ എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഗംഗയുള്ളത്? എല്ലാവർക്കും ഓരോ പരിമിതികളുണ്ടാവും. ആ കുറവുകൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അത് മാത്രമല്ല, രാഹുലിന് വിവാഹപ്രായമായി. ഇനി അതിൽ ഞാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ അമ്മയ്ക്കത് വിഷമാവും. സ്വന്തം മക്കളെക്കാളും അമ്മ സ്നേഹിച്ചത് തന്നെയാണ്. എനിക്കും മാളിനും വേണ്ടിയാ അമ്മ ഇത്രയും നാളും ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല. രാഹുലിന് നല്ലൊരു ജീവിതമാണ് അമ്മയുടെ സന്തോഷം. അതിനുവേണ്ടി എന്നാൽ കഴിയും വിധം ഞാൻ എല്ലാം ചെയ്തിരിക്കും.
മഹേട്ടന്റെ ഇഷ്ടം പോലെ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. വന്ന് കയറിയപ്പോഴേ എന്നെയും എന്റെ മകനെയും മഹിയിൽ നിന്നും അകറ്റാൻ നോക്കുന്നു. എന്റെ മക്കളുടെ ഭാവിക്കെതിരായി നിന്ന നിനക്ക് ഈ കൈലാസത്തിൽ അധികം ആയുസ് ഉണ്ടാവില്ല ഗംഗെ. ആ അതൊക്കെ പോട്ടെ. എനിക്ക് ഗംഗയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. എന്താ മഹേട്ടാ? അതിപ്പോഴല്ല, രാത്രി സംസാരിക്കാം. അതെന്താ മഹേട്ടാ? കാര്യം പറയേ. എന്തിനാ രാത്രി വരെ കാത്തിരിക്കുന്നെ? നീ ഒന്ന് സമാധാനിക്കുക ഗംഗെ. രാത്രി വരെ ഒന്ന് കാത്തിരിക്കേ. ശരി മഹേട്ടാ. എന്താ ആന്റി? ആ ഗംഗ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? നമ്മൾ കരുതുന്ന പോലെ അവൾ അത്ര പാവമൊന്നുമല്ല. മഹിയെ നമുക്കെതിരെ തിരിക്കാനാ അവളുടെ ശ്രമം. ഇപ്പോഴെങ്കിലും അവൾ എന്താണെന്ന് ആന്റിക്ക് മനസ്സിലായല്ലോ. അവളുടെ സ്വഭാവം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ. പക്ഷെ നിങ്ങളൊക്കെ കരുതിയത് അവൾ ഒരു പാവം തൊട്ടാവാടിയാണെന്നല്ലേ? ഇപ്പൊ എന്താ അമ്മ ഉണ്ടായത്? മഹിയും ഗംഗയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിന്റെ വിവാഹത്തിന് പോലും അവൾ എതിരാണ്. മഹിയെ ഉപദേശിച്ച് മനസ്സ് മാറ്റാൻ അവളുടെ ശ്രമം. ഓ, അപ്പോ അതാണോ പരിപാടി? അതെ. അവക്ക് ഈ കൈലാസ് ഒറ്റയ്ക്ക് ഭരിക്കണം. അതിനാകും നിന്റെ വിവാഹത്തിന് പോലും തടസ്സം നിൽക്കുന്നത്. കാഞ്ഞ വിത്ത അവള്. പാവത്തെ അഭിനയിച്ച് മഹേട്ടിനെ വളച്ചെടുത്തു. ഇപ്പൊ മഹേട്ടിന്റെ ഭാര്യയായി. എന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിട്ടാ അവൾ ആ സ്ഥാനത്തേക്ക് വന്നത്. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഈ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ അവളുടെ കളി നടക്കും. അത് കഴിയുമ്പോ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അവൾക്കെതിരായി പ്ലാൻ ചെയ്തു തുടങ്ങുമ്പോഴേക്കും അവൾ മഹിയുടെ മനസ്സ് മാറ്റിയെടുക്കുമെന്ന എന്റെ പേടി. അവസാനം അടുക്കളക്കാരിയായി വന്നവളുടെ അടിമയായി കഴിയേണ്ട ഗതികേട് നമുക്ക് വരുമോ? അതിനവള് ജീവനോടുണ്ടെങ്കിലല്ലേ. ഇത്തവണ ഭാഗ്യം കൊണ്ട് അവള് രക്ഷപ്പെട്ടു. പക്ഷെ അടുത്ത തവണ അങ്ങനൊരു രക്ഷപ്പെടൽ ഉണ്ടാവില്ല. മഹിക്കിപ്പോഴും നമ്മളൊരു ചെറിയ താല്പര്യമുണ്ട്. പക്ഷേ ഇവളത് മാറ്റിയെടുക്കും തന്നെ എനിക്ക് തോന്നുന്നത്. എന്റെ മകന്റെ സ്വഭാവത്തെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളത്? എന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവൾക്കറിയില്ല. ഇനി ഒരിക്കൽ കൂടി അവൾ എനിക്കെതിരായിട്ട് സംസാരിച്ചു എന്നറിഞ്ഞ അവളുടെ നാവ് ഞാൻ അറക്കും. വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല രാഹുൽ, ചെയ്യണം. നമുക്കെതിരെ എന്തെങ്കിലും പറയാൻ വാ തുറക്കാൻ ഭയക്കും വിധം ചെയ്യണം. അതിനൊക്കെ സമയമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി മഹിക്ക് എന്തോ രഹസ്യം ഗംഗയോട് പറയാനുണ്ടെന്നാ പറഞ്ഞത്. അതെന്താണെന്ന് നമ്മളൂടി അറിഞ്ഞിരിക്കണം. മഹേട്ടിന് ഗംഗയോട് പറയാൻ രഹസ്യോ? അതെ. മഹിയും ഗംഗയും സംസാരിച്ചപ്പോ പറയുന്നത് ഞാൻ കേട്ടതാ. ഗംഗ എത്ര ചോദിച്ചിട്ടും മഹി അത് പറയാൻ തയ്യാറായിട്ടില്ല. രാത്രി പറയാന്നാ പറഞ്ഞത്. അതെന്താണെന്ന് അറിയണം. അതിന് ശ്രേയയുടെ ഒരു ശ്രദ്ധ അവർക്ക് മേലുണ്ടാവണം. ഞാൻ ശ്രദ്ധിച്ചോളാം ആന്റി. മഹേട്ടിനെയും ഗംഗയും പരസ്പരം അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ നോക്കൂത്തിയാക്കി അവള് നേടിയെടുത്ത ജീവിതം അവൾക്ക് തന്നെ ബാധ്യതയാക്കി മാറ്റും ഞാൻ. അത് വേണം ശ്രേയെ. എല്ലാം മതിയാക്കി അവള് തന്നെ ഈ കൈലാസത്തിന്റെ പടി ഇറങ്ങണം. അതാണ് എന്റെ ലക്ഷ്യം. ആന്റിയുടെ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കും ആന്റി. അതിനുള്ള വഴികള് നമുക്ക് മുന്നിൽ തെളിയും. ഞാൻ എന്തായാലും ഈ വിവരം അമ്മയൊന്ന് അറിയിക്കട്ടെ. ശരി. ഒരു മഹിയും ഒരു ഗംഗയും രണ്ടിനെയും കൊണ്ട് ഒരു മനസമാധാനം ഇല്ലാണ്ടായി. അമ്മയൊന്ന് സമാധാനത്തോടെ ഇരിക്കേ. എങ്ങനെ സമാധാനിക്കും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മരണത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് അവള് റെസ്റ്റ് എടുക്കുമല്ല. ബാക്കിയുള്ളവരുടെ ജീവിതത്തിനകത്ത് കയറി അവരുടെ മനസമാധാനവും സന്തോഷവും നശിപ്പിക്കാനുള്ള മാർഗം നോക്കുക. എനിക്ക് മനസ്സിലാവാത്തത് അവക്ക് നിന്നോട് എന്താ ഇത്ര വൈരാഗ്യം? എനിക്കറിയില്ല.
ഇതിപ്പോ ആദ്യമായിട്ടൊന്നുമല്ല അവള് നിനക്കെതിരെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇന്നാള് നിന്റെ കൈ പിടിച്ച് തിളച്ച എണ്ണയിൽ മുക്കി. ഇപ്പൊ ഇതാ നിന്റെ കല്യാണം ആലോചിക്കുന്നതിന് മുമ്പേ തന്നെ അത് മുടക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ മാത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം. നമ്മൾ മാത്രം തീരുമാനിച്ചിട്ട് എന്ത് നടക്കാൻ? ഒന്നും നടക്കാൻ പോകുന്നില്ല. പറയുമ്പോ ഈ കൈലാസത്തിലെ രാജ്ഞിയാണ് ഞാനെന്നൊക്കെ പറയാം. വെറുതെ ഒരു പൊങ്ങച്ചം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലെയും അവസാന വാക്ക് മഹിയാണ്. ഞാനൊരു തീരുമാനം എടുത്താൽ പോലും അത് മഹി വേണ്ടാന്ന് പറഞ്ഞാ അത് വേണ്ടാന്ന് തന്നെയാണ് അർത്ഥം. അമ്മ പറഞ്ഞു വരുന്നത് ഞാൻ എന്റെ തലയെടുത്ത് ആ മഹിയുടെ കക്ഷത്തിന് കീഴെ കൊണ്ടുവയ്ക്കണമെന്നാണോ? അല്ല, നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ആരും ഉണ്ടാവരുത്. അത് നമ്മുടെ അവകാശമാണ്. അവിടെ വേണ്ടത് ഗംഗയുടെ നാശമല്ല, മഹിയുടെ നാശം. അതാണ് വേണ്ടത്. ഗംഗ ഒരു പീറ പെണ്ണ. അവള് കാലിന്റെ വല്ല ബന്ധുവായിരിക്കും. അതാ പഴുതുകളടച്ച് പല കെണികൾ വെച്ചിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വരുന്നത്. അവള് വിട്ടേക്ക്. നമ്മുടെ ശ്രദ്ധ മഹിയുടെ നാശമായിരിക്കണം. അത് എടുത്തു ചാടി ചെയ്യേണ്ട കാര്യമല്ല. എടുത്തു ചാടിയാൽ ഓരോ കെണികളിൽ നിന്നും ഗംഗ രക്ഷപ്പെട്ടു വരുന്നത് പോലെ അവൻ രക്ഷപ്പെട്ടെന്ന് വരും. കെണിയിലാക്കപ്പെടുത്തി ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വരണം. അന്ന് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ച് ധൃതിയും പാടില്ല. അതെ, വളരെ പതിയെ വേണം എല്ലാം ചെയ്യാൻ. അതിന് സമയം വേണം. സമയമാകുമ്പോ ഞാൻ തന്നെ നിന്നോട് പറയാം. ഞാൻ അമ്മ പറയുന്നത് എന്തും ചെയ്യുമേ. ഒരിക്കൽ ഞാൻ അമ്മയെ തെറ്റിദ്ധരിച്ചതാ. സ്വന്തം മകനേക്കാൾ അമ്മയ്ക്ക് വളർത്തു മകനോടാണ് ഇഷ്ടമെന്ന്. ആ തെറ്റിദ്ധാരണ അമ്മ അന്ന് ഒരു നിമിഷം കൊണ്ടില്ലാതാക്കി. അതിനുശേഷം ഞാൻ അമ്മയെ ധിക്കരിച്ചിട്ടേ ഇല്ല. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ നിൽക്കുന്നത്. അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നുമില്ല. എനിക്കറിയാം മോനെ. ഇപ്പൊ തൽക്കാലം നമ്മൾ പത്തി താഴ്ത്തി തന്നെ നിൽക്കണം. രാത്രിയിൽ അവരെന്താ സംസാരിക്കുന്നതെന്നറിയണം. എന്നിട്ടാവാൻ ബാക്കി. ശരി ശരി, നീ കിടന്നു റെസ്റ്റ് ചെയ്യേ. ശരി. മഹേട്ടാ, മഹേട്ടന് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അതോ, നീ ഇങ്ങനെ ടെൻഷനാവാൻ മാത്രമൊന്നുമില്ല. ഒരു കാര്യത്തിന് നമ്മൾ ഒന്നിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് തോന്നി. എന്താ മഹേട്ടാ? മഹേട്ടൻ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ മുതല് അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ. ഗൗരി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ മുതൽ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ യാദൃശ്യമായാണെങ്കിലും നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു ദാമ്പത്യ ജീവിതം ആരംഭിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. നീ എന്താ ഒന്നും പറയാത്തത്? കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ആപത്തുകളെ നമ്മൾ തരണം ചെയ്തു. സർവേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കത് സാധിച്ചത്.
ഇനിയും നിന്നെ എൻ്റെ ഭാര്യ എന്ന പേരിൽ മാത്രം ഒതുക്കാതെ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയായിട്ട് കാണാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് മഹിയേട്ടൻ പറഞ്ഞത്. ഈ ജീവിതത്തില് ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം എന്റെ മഹിയേട്ടനോടൊപ്പമുള്ള ജീവിത. സത്യം പറയാലോ, നിന്നെ ആദ്യം വിവാഹം കഴിക്കുമ്പോൾ മാളുവിൻ്റെ സന്തോഷം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ നിനക്കിപ്പോൾ വയ്യാതെ വന്നപ്പോഴാ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. മഹിയേട്ടന്റെ നാവിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മഹിയേട്ടനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പുണ്യം. പക്ഷേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ മഹിയേട്ടന്റെ മനസ്സിൽ യാതൊരുവിധ സങ്കടങ്ങളും ഉണ്ടാവരുതെന്ന എന്റെ ആഗ്രഹം. അതിന് ഗൗരി ചേച്ചിയുടെ യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തണം. അതാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണം. എങ്കിൽ മാത്രമേ മഹിയേട്ടന് മേൽ വന്നിട്ടുള്ള ചീത്തപ്പേര് പൂർണ്ണമായിട്ട് മാറുള്ളൂ. നീ പറഞ്ഞത് ശരി, എനിക്കും അതിന് സമ്മതമാണ്. ഗൗരിക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ മറ്റാരേക്കാളും ആഗ്രഹവും എനിക്കുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പ് മാളിനെ കൂട്ടി നമുക്ക് രണ്ടാൾക്കും ക്ഷേത്രത്തിൽ പോകണം. നമ്മുടെ വിവാഹം നടന്നത് നല്ല രീതിയിലല്ല. നിന്റെയും എന്റെയും പരിപൂർണമായ സമ്മതം ആ സമയത്ത് വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. അത് ശരിയാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷമായിട്ട് കൂടി ആ ശുഭമുഹൂർത്തത്തെ ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതെ, അതുകൊണ്ട് ആളും അമ്പാരിയും ഒന്നുമില്ലാതെ ഭഗവാന്റെ മുന്നിൽ വെച്ച് എൻ്റെ മോളുടെ സാന്നിധ്യത്തിൽ വെച്ച് എനിക്ക് നിന്റെ കഴുത്തിൽ മാല ചാർത്തണം. എന്നിട്ട് വേണം നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ. ശരി മഹേട്ട. ഇതുവരെ നമ്മുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറി നല്ലൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവാൻ മനസ്സൊരുകെ പ്രാർത്ഥിക്കാൻ വേണം എനിക്ക്. അതെ, എങ്കിൽ നാളെ രാവിലെ നേരത്തെ തന്നെ റെഡി ആയിക്കോ, നമുക്ക് പോവാം. ശരി. ഇല്ല, ഇത് ഞാൻ അനുവദിക്കില്ല. മഹേട്ടന് എന്റെ മാത്രമാ. ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ. മഹേട്ടന് എന്റെയാ, എന്റെ മാത്രം. കരയാതെ മോളെ, നീ ഇങ്ങനെ കരയുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല. ഞാൻ പിന്നെ എന്താ വേണ്ടത് അമ്മ? എല്ലാരും കൂടെ എന്നെ ചതിച്ചില്ലേ? മോളെ, നീ ഇത്ര വിഷമിക്കാൻ ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ. അവരൊന്നിച്ച് ജീവിക്കാൻ പോവാണെന്ന് പറയുന്നത് ഞാൻ നേരില്ല കേട്ടത്. ഇനിയും എന്താ വേണ്ടത്? മോളെ, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ദേ, നിന്റെ ഈ കണ്ണീര് അമ്മയ്ക്ക് സഹിക്കുന്നില്ല. ഏട്ടന് എന്റെയാ, എനിക്ക് മാത്രം അവകാശപ്പെട്ടത്. എന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് ഉണ്ടാവുമെന്ന പ്രതീക്ഷയില്ല ഞാൻ ഓരോ ദിവസവും കഴിയുന്നത്. അതില്ലാതായ പിന്നെ ഈ ശ്രേയ ഉണ്ടാവില്ല. എന്താ ശ്രേയ നീ പറയുന്നേ? നാത്തും കേൾക്കുന്നില്ലേ ഇതൊക്കെ? എന്റെ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ എടുത്തു ചാടാതെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നിനക്ക് ആഗ്രഹം തന്നത് ഞാൻ കൂടിയാ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നിന്നെ ഈ ആന്റി സങ്കടപ്പെടുത്തില്ല. അതെ നാത്തൂനെ,
എന്റെ മോളുടെ മനസ്സിൽ മഹിയെക്കുറിച്ച് ഇത്രയും ആഗ്രഹം തോന്നാൻ കാരണം നമ്മളാ. എന്നിട്ട് ഇവളെ ഇങ്ങനെ വേദനിക്കാൻ അനുവദിച്ചൂടാ. ആന്റി, നിങ്ങൾ എനിക്കൊപ്പം നിൽക്കണം. എന്റെ മഹിയേട്ടന് ഞാൻ ആ വേലക്കാരിക്ക് വിട്ടു കൊടുക്കില്ല. അവരുടെ എല്ലാ പ്ലാനിങ്ങും തകർക്കണം. നിനക്കൊപ്പം ഞങ്ങളുണ്ട്. അതേ മോളെ, കരഞ്ഞു തളരുകയല്ല വേണ്ടത്. ഈ തൊട്ടാവാടിയാകാനും തോൽവി സമ്മതിച്ച് പൊട്ടിക്കരയാനും അല്ല അമ്മ നിന്നെ പഠിപ്പിച്ചത്. എന്താ വേണ്ടെന്ന് എനിക്കറിയാം.